എനിക്ക് ഡയബറ്റീസ് വന്ന ആളാണ്. ഇപ്പം 45 ആയി. ഞാൻ വെളിച്ചെണ്ണ അല്ലാതെ വേറൊരു സാധനവും ഉപയോഗിക്കാറില്ല. എനിക്ക് ഇതുവരെയും പ്രത്യേകിച്ച് കൊളസ്ട്രോളോ ലിവർ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ വെളിച്ചെണ്ണ കുഴപ്പക്കാരനെന്ന് പറഞ്ഞാൽ നമ്മൾ സൺഫ്ലവർ ഓയിലും പാം ഓയിലും ഒക്കെ തിരിഞ്ഞു. പിന്നെയും മലയാളി മരണമടഞ്ഞുകൊണ്ടിരുന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു. പിന്നീടാണ് മനസ്സിലായത് ട്രാൻസ്ഫാറ്റ്, വനസ്പതിയിലെ ട്രാൻസ്ഫാറ്റാണ് നമ്മുടെ യഥാർത്ഥ വില്ലൻ എന്ന് കണ്ടുപിടിക്കുന്നത്. ബേക്കറി സാധനങ്ങളെല്ലാം തന്നെ രുചിയും കരികരുപ്പും ഒക്കെ വരുന്നത് ഈ ട്രാൻസ്ഫാറ്റ് വനസ്പതി കൊണ്ടാണ്. അപ്പം ചീത്ത കൊളസ്ട്രോളിൻ്റെ കലവറയാണ് ഈ വനസ്പതി. ഭക്ഷ്യ എണ്ണ ഹൈഡ്രജനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വസ്തുവാണ് ട്രാൻസ്ഫാറ്റ്. ഇത് 1960കളിലാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് വിലക്കുറവുണ്ട്, കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുമെന്നുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് ചീത്ത കൊളസ്ട്രോൾ കൂട്ടുകയും പ്രമേഹത്തിന് കാരണമാവുകയും ചെയ്യുന്നു, ഹൃദ്രോഗികൾ കൂടുന്നു. അപ്പോൾ മായമില്ലാത്ത എണ്ണ ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ കൂട്ടിക്കും. മനസ്സിലായോ? ട്രാൻസ്ഫാറ്റ് ചീത്ത കൊളസ്ട്രോൾ കൂടാൻ കാരണമാകുന്നു. അത് ഗുരുതരമായ രോഗങ്ങൾക്ക്, ഹൃദയാഘാതം കൂട്ടുന്നു, പ്രമേഹ രോഗത്തിന് കാരണമാകുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുത്തുന്നു, ക്യാൻസർ വരുത്തുന്നു. അപ്പം ഈ ഭക്ഷണങ്ങളിലെല്ലാം വനസ്പതി അടങ്ങിയിട്ടുണ്ട്. ഏതുതരം ഭക്ഷണങ്ങളിൽ? ചിപ്സ്, ബിസ്ക്കറ്റ്, സമോസ, വനസ്പതി പഫ്സ്, കേക്ക്, പേസ്ട്രീസ്, ഇതിലെല്ലാം ട്രാൻസ്ഫാറ്റ് അടങ്ങുന്നു. പിന്നെ ഈ അധികം ചൂടാക്കാത്ത എണ്ണ 2 പ്രാവശ്യം ചൂടാക്കാം. അത് കഴിയുമ്പോൾ അതിനകത്ത് ട്രാൻസ്ഫാറ്റ് കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ സമയം ചൂടാക്കുമ്പോൾ ഇത് ഇങ്ങനെ ചൂടാക്കിയ എണ്ണ നമ്മളിവിടെ തട്ടുകടകൾ, റെസ്റ്റോറൻറ്റുകളിലൊക്കെ അത് 2 പ്രാവശ്യത്തിൽ കൂടുതൽ ചൂടാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫാറ്റിൻ്റെ ഉപയോഗം കുറച്ച് 2004 ഡെൻമാർക്കിലൊരു പരീക്ഷണം നടത്തിയപ്പോൾ അവിടെ ഹൃദ്രോഗം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വനസ്പതി ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പ്രമേഹത്തിൽ നിന്നും ഈ പിന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പരിശുദ്ധമായ ഒരു സാധനമാണ് എൻ്റെ കേരളത്തിലെ വെളിച്ചെണ്ണ. ഞാനതല്ലാതെ കുറച്ച് കോസ്റ്റ്ലിയാണ്, നിങ്ങളത് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ മതി. അത് ഞാൻ ഉപയോഗിച്ചു. ഞാൻ വേറെ എനിക്ക് ഇത്രയും സൂര്യകാന്തി പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഇത്രയും എണ്ണയ്ക്ക് സൂര്യകാന്തി പൂക്കൾ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നില്ല. പക്ഷേ ഈ ഡാൽഡ, നമ്മുടെ വനസ്പതി, നമ്മുടെ ബേക്കറി ഐറ്റംസിലൊക്കെ ഇതാണ് വരുന്നത്, ഇതുണ്ട്. അപ്പോൾ അതുപോലെ 2-ൽ കൂടുതൽ പ്രാവശ്യം ചൂടാക്കുന്ന എണ്ണയും. സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഓക്കെ.